ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മമ്മു വ്ലോഗ് 25ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കൊന്ന് വൈകുന്നേരത്തെ ഒരു ചായ പലഹാരത്തിന്റെ പരിപാടിയാണ് കേട്ടോ. ചായ പലഹാരങ്ങൾക്കൊക്കെ വില കൂടിയ സമയമാണല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ കുറെ അംഗങ്ങളും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കൽ എന്തായാലും മുതലാവില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് വൈകിട്ട് ഇന്ന് സമൂസ ഉണ്ടാക്കാന്നും പറഞ്ഞിട്ട് അങ്ങനെ സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മള് കുറച്ചധികം പേരുള്ളത് കൊണ്ട് തന്നെ ഒരു 6-7 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിന്റെ മുകളിൽ ഇങ്ങനെ വരട്ട് കൊടുത്തിട്ട് തൊലിയൊന്നും കളഞ്ഞില്ല. അങ്ങനെ ഇട്ടിട്ട് പിന്നെ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി വെന്തതിന് ശേഷം അത് തൊലി കളഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ്, ചിക്കനും ചേർക്കണില്ല, ബീഫും ചേർക്കാതെ വെറും വെജിറ്റേറിയൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സമൂസ ഉണ്ടാക്കുന്നത്. നമ്മൾ രാവിലെ കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ട്. ഒരു ഏകദേശം 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ. പിന്നെ സവാള ഒരു 6 സവാള കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ് ഒക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതേപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ സവാള. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ വെന്ത്. അപ്പൊ നമ്മളത് കുക്കറിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. മാറ്റി വെച്ചതിന് ശേഷം അത് തൊലി കളയണം. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഈ ഗ്രീൻ പീസ് അത് നമുക്ക് സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ടാണ്. നമ്മളിട്ടപ്പോൾ ഒരുപാട് കൂടുതലായി പോയി, പക്ഷെ ഫുള്ളൊന്നും ഇട്ടില്ല, കുറച്ചിട്ടിട്ട് ബാക്കി നമ്മൾ എടുത്തൊക്കെയാണ് ചെയ്യുന്നത്. ലേശം ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അപ്പത്തേനും മമ്മു ക്യാരറ്റ് ഭയങ്കര തീറ്റ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയൊരു ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം നല്ല വഴറ്റി വരണ്ട, ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ മതി. കാരണം സമൂസ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കടിക്കാൻ വേണമല്ലോ. പിന്നെ ക്യാരറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്ത് പിന്നെ ബീൻസ് ചേർത്ത് കൊടുത്ത് അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഒരു ലേശം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് അധികം ചേർക്കാറില്ല. ചിക്കൻ മസാല അല്ലെങ്കിൽ പിന്നെ നമ്മള് ഗരം മസാല ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറ്. അങ്ങനെ അതൊന്ന് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മതി. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് ഉടച്ചതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സായി. പിന്നെ കറിവേപ്പില ചേർക്കാം, മല്ലിയില, പുതിനയില അധികമല്ല, കുറച്ച് മാത്രം പുതിനയിലയാണ് ചേർക്കാറുള്ളൂ കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞങ്ങൾക്ക് കൂടെ വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്റെ വിജയം. വീട്ടിൽ കുറെ അംഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും ലാഭം കേട്ടോ. നല്ല നല്ല ഫുഡായിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് സമൂസ. പൊതുവെ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും സമൂസ ഇഷ്ടമായിരിക്കും. ഈ സമൂസ മടക്കണതിന്റെ ടെക്നിക്കാണ്. ഓരോരുത്തർ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും വലിയവരും എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര രസമായിരുന്നു സംഭവം. അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചില സമയത്ത് ഓക്കെ ആയി വരും, ചില സമയത്ത് അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഓക്കെ അല്ലാതെ വരും. അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര രസമാണല്ലോ. അങ്ങനെ ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇന്ത്യയിലത്തിന് വെയിറ്റുള്ള ചട്ടിയാണ് വെച്ചത്, കാരണം പെട്ടെന്ന് കരിയാൻ പാടില്ലല്ലോ. അങ്ങനെ 1 ലിറ്റർ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഓരോ സമൂസകൾ എടുത്തിട്ട് 2 സൈഡും നല്ല ബ്രൗൺ കളർ വരുന്നതോടുകൂടി മറിച്ചിട്ടു. പിന്നെ നമ്മൾ